ഇത് ഒനിയൻ മസ്താങ്. അത്താഴത്തിന് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഇത് ഏത് കറിയുടെ കൂടെയും കഴിക്കാം, കറി ഇല്ലാതെയും കഴിക്കാൻ പറ്റിയതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഒനിയൻ മസ്താങ്. 2.5 കപ്പ് ഗോതമ്പ് പൊടി, ഒരു മീഡിയം സവാള, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇത് എരിവ് അധികം ഇല്ലാത്തതായതുകൊണ്ട് 3 പച്ചമുളക്, ഒരു 3 ടേബിൾ സ്പൂൺ ബേസൻ അതായത് കടലമാവ് പൊടി, ഇത് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ എള്ള്, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ആദ്യം ഈ ചപ്പാത്തിക്ക് ഒന്ന് കുഴച്ച് വെക്കാം. ഞാനത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അല്പം എണ്ണയൊക്കെ തൂത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് കൂട്ടണം. അപ്പോൾ ഇതിങ്ങനെ വിടാതെ ഇരിക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ ഉതിർത്തിടണം. ഇതുപോലെ വിട്ട് വരാനായിട്ട്. അതിലേക്ക് കറിവേപ്പില, മല്ലിയില, കുറച്ച് മാറ്റി വെക്കുവാണ്, പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി അങ്ങോട്ട് അമുക്കി മിക്സ് ചെയ്യരുത്, എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നാൽ മതി, ഇതുപോലെ ഒന്ന് കൂടി വന്നാൽ മതി. ഇനി അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, ഇനി ഇതിലേക്ക് കടലമാവ് ചേർക്കാം. ഇത് കടലമാവ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചെന്നാൽ ഉപ്പ് ചേർത്തപ്പോഴത്തേക്കും ഈ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളം വരാതിരിക്കാനാണ് കടലമാവ് ചേർക്കുന്നത്. ഇനി അങ്ങനെ കടലമാവ് നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ ഉപ്പ് ഏറ്റവും അവസാനം മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ. ഞാൻ എടുത്തു വെച്ചതിൻ്റെ പകുതി കടലമാവേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഇത് സാധാരണ ചപ്പാത്തിയേക്കാളും അല്പം കൂടെ കൂട്ടിയെടുത്താണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. അല്പം വലിപ്പത്തിൽ വേണം ഇത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടോ, ഇതുപോലെയുള്ള ഒരു ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ, ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഒത്തിരി കനത്തി വെക്കരുത്, തീരെ അരികിലും വെക്കരുത്, 2 എണ്ണം കൂട്ടി ഒട്ടിക്കാനുള്ളതാണ്. ഈ ചപ്പാത്തി നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം സൈഡ്. ഇനി ഇത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. കയ്യിൽ വെള്ളം ഒന്നും വേണ്ട, ഇങ്ങനെ ഒന്ന്
ഇതെല്ലാം ഒന്ന് രണ്ടും കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്യണം ഇതുപോലെ. ഇത് കണ്ടോ ഇങ്ങനെ. അപ്പം സൈഡായതുകൊണ്ട് ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് റോൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ സൗകര്യത്തിനനുസരിച്ച് വേണം ഇത് കട്ട് ചെയ്യാൻ. ഇനി ഇത് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇത്രയും കട്ടി മതിയെങ്കിൽ ഇത് തന്നെ വെച്ച് നമുക്ക് ഇങ്ങനെ ചുരുട്ടിയാൽ മതി. ഇനി അല്ല കുറച്ചുകൂടെ കനം വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വെച്ച് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി നമുക്ക് അല്പം പൊടി ചേർത്തിട്ട് ഒന്ന് റോൾ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം എള്ളും കുറച്ച് മല്ലിയില, അത് നമുക്ക് ആവശ്യമുള്ളത്രയും മല്ലിയില ഇട്ട് കൊടുക്കാം. വീണ്ടും ഇത് ഒന്നുകൂടെ ഒന്ന് ഈ എള്ള അവിടെ ഒന്ന് പിടിച്ചിരിക്കണമല്ലോ, അതിനൊന്നുകൂടെ ഒന്ന് റോൾ ചെയ്യാം. ഇത് എള്ള ഒരു വശത്ത് ഇട്ട് കൊടുത്താൽ മതിയേ. എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇന്ന് ചുട്ടെടുക്കണം. അതിന് അല്പം എണ്ണ തൂത്ത് കൊടുക്കാം. എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും വെച്ച് ഇതുപോലെ ചുട്ടെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇത് തിരിച്ചും മറിച്ച് വിട്ട് ഇതുപോലെ ചുട്ടെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് പൊള്ളി വരികയില്ല, അതുപോലെ ചുട്ടെടുക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഒനിയൻ മസ്താന. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഈ ഒനിയൻ മസ്താങ്ങ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെയുള്ള വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.